വെൽക്കം ബാക്ക് ഗൈസ് ടു മൈ അനദർ വ്ളോഗ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ബലൂൺ പൊട്ടിയ ഇന്നത്തെ എൻ്റെ പെങ്ങളുടെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന്. വലിയ ഫംഗ്ഷനും കാര്യങ്ങളായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. എൻ്റെ അളിയൻ്റെ വീട്ടുകാരും വന്നിട്ടുള്ള ചെറിയൊരു കേക്ക് കട്ടിങ്. അപ്പം കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം എൻ്റെ റൂമിലാണ് ഇട്ടിരിക്കുന്നത്, കാരണം അവിടെ സ്ഥലമില്ല. അപ്പൊ ഈ ഫാൻ ഇടുമ്പോഴത്തേക്ക് എല്ലാം ഒന്നും ഒരു കൂടി ഇവിടെ കിടക്കുക. അപ്പൊ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാം, കുറച്ച് വെള്ളം സെറ്റ് ചെയ്യാനുണ്ട്. ഇനി കേക്ക് എടുക്കാൻ പോകണം. അപ്പം ഇന്ന് ബർത്ത്ഡേ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിലുള്ളത്. അങ്ങനെ ബർത്ത്ഡേ ബേബി രകൃത അങ്ങനെ രാവിലെ ഉറക്കൊണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിരിക്കുന്ന സമയത്താണ് അളിയൻ്റെ അച്ഛനും അമ്മയും വന്നത്. അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് തിരുവാർട്ടം മാടന്നല ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിലെ ശനിയാഴ്ച ദിവസത്തെ അന്നദാനം, എല്ലാ ദിവസവും ശനിയാഴ്ച അന്നദാനം ഉണ്ടാവാം. അന്നദാനം കൃതമോളുടെ പേരിലാണ് ഞങ്ങൾ നേർച്ച പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ സാമ്പാർ വിളമ്പൻ കയറി നിന്നു. സാമ്പാറൊക്കെ വിളമ്പിയതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിച്ചു. നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ പോയത് ഓർഡർ ചെയ്തിരിക്കുന്ന കേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊട്ടിയത്തേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ പോയത് ഷാർപ്പ് സ്റ്റുഡിയോയിലേക്കാണ്. അവിടെ നിന്ന് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വാങ്ങിക്കാനുണ്ടായിരുന്നു മോളുടെ. അങ്ങനെ അതും വാങ്ങി ഞാൻ വീട്ടിൽ വന്നു. അതിനുശേഷം വീട്ടിലെ ഹോളിൽ തന്നെ ചെറിയ രീതിയിൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കൃതമോൾ അങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പബ്സ് ഒക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കറണ്ട് പെട്ടെന്ന് പോയത്, ഒടുക്കത്തെ ചൂട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫാൻ എടുത്ത് വെച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മയുടെ ചിറ്റപ്പന് കുഞ്ഞമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് അങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം കാർത്തിയുടെ അച്ഛനമ്മയും അടിയൻ്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനെ ആയില്ലായിരുന്നു. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മയുടെ ചിറ്റപ്പനും കുഞ്ഞമ്മയും വന്നു, എന്ന് വെച്ചാൽ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമൻ്റെ മോൻ വന്നു, മാധവ്. ഇവർ രണ്ട് ഫാമിലീസും വിളിക്കാതെ വന്നതാണ്, കാരണം അവർ അറിഞ്ഞ പോലും ഇല്ല ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം. അവൻ വന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 7-7:30 മണിയായപ്പോഴത്തേക്ക് എത്തി. അവർ വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴത്തേക്ക് എത്തി. കാർത്തിയുടെ അടിയൻ്റെ അച്ഛനും അമ്മയും വൈകുന്നേരം അങ്ങ് തിരിച്ചു പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ദിവസത്തെ വ്ളോഗ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, സൈനിങ് ഓഫ്. താങ്ക് യു. അങ്ങനെ 9 മണിക്ക് ഔട്ടറേയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു കാര്യം ഓർത്തത്. സമീപത്തെ സെൻറ്റ് ജോർജ് പള്ളിയിലെ പെരുന്നാളിൻ്റെ ഊരുചുറ്റൽ 10 മണിക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ അങ്ങോട്ട് പോയി.